പുതിയ വീഡിയോ അപ്ഡേറ്റ്സുകൾക്ക് A to Z ട്രിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും A to Z ട്രിക്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 2017 ഇപ്പോൾ കഴിഞ്ഞ് മലപ്പുറം, തിരുവനന്തപുരം ജില്ലകളിൽ ചോദിച്ച മാത്സിലെ ക്വസ്റ്റ്യൻസാണ്. അതിൻ്റെ വിശദീകരണം, എങ്ങനെ ചെയ്യേണ്ട വിധം എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ എന്നാലും അറിയാത്തവർക്ക് എങ്ങനെ ചെയ്യേണ്ടിയിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പൊതുവേ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിളായിരുന്നു, എന്നാലും കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ 4/5 വലിയ ഭിന്നസംഖ്യ ഏത്? ഒരു ഭിന്നസംഖ്യ തന്നിട്ട് അത് വലുതാണോ അല്ലെങ്കിൽ ചെറുതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓരോന്നും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 4/5 ഇൻറ്റു 5/8, ഫസ്റ്റ് തന്നിട്ടുള്ള 5/8. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇവിടെ 4 ഇൻറ്റു 8ഉം 5 ഇൻറ്റു 5ഉം, ഈ 4 ഇൻറ്റു 8 ചെയ്യുമ്പോൾ അത് നമുക്ക് 32 കിട്ടുന്നത്. 32 അത് ഈ ഫസ്റ്റ് ഭിന്നത്തോടും. അടുത്തത് 5 ഇൻറ്റു 5, അത് 25 കിട്ടുന്നു. അതിൽ നമുക്ക് വലുത് 4/5 തന്നെയാണ്. അപ്പോൾ ഇതല്ല ആൻസർ, ഇവിടെ ഫസ്റ്റ് തന്നിട്ടുള്ള ഓപ്ഷനല്ല ആൻസർ. ഇനി രണ്ടാമത് നോക്കുമ്പോൾ 4/5 ഇൻറ്റു 5/7, ഇത് നോക്കുമ്പോൾ ഇവിടെയും 4 ഇൻറ്റു 7 28 വരുന്നു. 5 ഇൻറ്റു 5 25, അതിലും വലുതാണ് ഈ 4/5. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ 4/5 ഇൻറ്റു 4/3, ഇവിടെ നോക്കുകയാണെങ്കിൽ 4 ഇൻറ്റു 3 12 വരുന്നത്. ഇവിടെ വരുന്നത് 5 ഇൻറ്റു 4 20 വരുന്നത്. അപ്പോൾ 4/3 ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇനി അടുത്ത സംഖ്യ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അത് 4/5 ഇൻറ്റു 4/7, ഇവിടെ വരുന്നത് 4 28 14 20. അപ്പോൾ അതും അതിലും 4/5 ഓപ്ഷനിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഓപ്ഷനിൽ ഏറ്റവും 4/5 ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 4/3. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4/3. ഏതൊരു ഭിന്നസംഖ്യ നമുക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ വേറെയും മെത്തേഡ് ഉണ്ട്, പക്ഷേ നമുക്ക് ഏറ്റവും ഈസിയായി ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഒരു ശ്രേണിയാണ് 1 2 1/4 4 6 1/4. ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഈ മിശ്രഭിന്നമായിട്ടുള്ള ശ്രേണികൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് വിഷമഭിന്നമാക്കുക എന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് 1 വരും, രണ്ടാമത്തത് വരുന്നത് 2 ഇൻറ്റു 4 8 8 9/4 വരും. പിന്നെ വരുന്നത് 4ആണ്. വീണ്ടും വരുന്നത് 6 ഇൻറ്റു 4 24 + 25/4. നമുക്ക് ഇതും ഈ 4 എന്ന് പറഞ്ഞത് നമുക്ക് 16/4 നിൽക്കാം. 16/4 ആണല്ലോ 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയർ, 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ, 5 എന്ന് പറയുന്നത് 25ൻ്റെ സ്ക്വയർ. അപ്പോൾ 6ൻ്റെ സ്ക്വയർ 36/4. ഈ 36/4 എന്ന് പറഞ്ഞാൽ 36ൽ 4 9 പ്രാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 9 ആണ്. അടുത്ത ക്വസ്റ്റ്യന് 5 സ്ക്വയർ ഇൻറ്റു 5/4 5/6 അങ്ങനെ പോയിട്ട് 5/2n = 0.008 -30 ആണ്. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും 5 സ്ക്വയർ ഇൻറ്റു 5/4 ഇൻറ്റു 5/6 ഇൻറ്റു 5/2n = 0.008 -30. ഈ -30 എന്ന് പറയുന്നത് ഒരു സംഖ്യ. അപ്പോൾ 5 - 30 എന്ന് പറഞ്ഞാൽ
1/5 ഇതാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഈ 2, 4, 6 അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എണ്ണം അറിയില്ല എത്ര എണ്ണമാണ്. ഇവിടെ ചോദിച്ചാൽ എന്നിൻ്റെ വില എത്ര ചോദിച്ചത്, എത്ര എണ്ണം കൂടിയതാണ് ഈ എൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, ഇരട്ടസംഖ്യയുടെ തുക കാണാൻ n+1 എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈക്വേഷൻ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 5n+1 എന്ന് പറയുന്നത് = 0.008 - 30 എന്നറിയാം. ഇത് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ 0.08 എന്ന് പറയുന്നത് 8/1000 ആയിരിക്കുമല്ലോ, 1000 - 30. ഇനി ഈ -30 എന്ന് പറയുന്നത് മൈനസ് വന്നാൽ എന്താണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. -30 നമുക്ക് +30 ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് 1000 നേരെ തിരിച്ചിടും. ഇതാണ്. ഇനി 1000-ൽ 8 എന്ന് പറഞ്ഞത് 125 ആണ്. 125 - 30. ഈ 125 എന്ന് പറയുന്നത് 5ൻ്റെ ക്യൂബാണ്. 5 ക്യൂബ് × 30. അപ്പോൾ നമുക്കിവിടെ ആൻസർ ലഭിച്ചിരിക്കുന്നു 5n+1 എന്ന് പറയുന്നത് 5 3 × 30 ഇതാണ്. അപ്പോൾ ഈ 5 ഒഴിവാക്കിയാൽ നമുക്ക് n+1 = 3 × 30 = 90. n എന്ന് പറയുന്നത് 9. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 9 ആണ് ആൻസർ. അപ്പോൾ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഐഡിയ കിട്ടിക്കോളും. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് മോഡലായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിഞ്ഞോളൂ. വേറെ ക്വസ്റ്റ്യനാണ്, അടുത്തടുത്ത 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് 1 കൂട്ടിയാൽ 789 എന്ന് കിട്ടും. എന്നാൽ സംഖ്യകൾ ഏതൊക്കെ? ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നതുള്ളൂ. ഒന്നും അറിയാത്തവർ ഇത് രണ്ടും ഗുണിച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു സംഖ്യ എടുക്കാം, 14, 12 എടുക്കാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് 12ൻ്റെ സ്ക്വയർ, അത് 144. ഇനി 2, 12, 24 +1 വേണം. 1 ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ടോ? ഇവിടെ 9 വരും, ഇവിടെ 6 വരും, 169 നമുക്ക് കിട്ടുന്നുള്ളൂ. അടുത്ത സംഖ്യ നോക്കാം, 18 ആക്കാം. 16, 18. 16, 18. 16ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 256. ഇനി 16, 16, 32 +1. അപ്പോൾ നമുക്ക് നോക്കാം, 6, 2, 8, 9, 8, 289. നമ്മുടെ ആൻസർ ഇതാണ്. അപ്പോൾ 16, 18 ഇതിൻ്റെ ആൻസർ. ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ 100 ഇരട്ടസംഖ്യകളുടെ തുക എത്ര? അപ്പോൾ ഇരട്ടസംഖ്യയുടെ തുക എന്ന് പറയുന്നത് നമുക്കറിയാം n+1. അതാണ് ഇരട്ടസംഖ്യയുടെ തുക. അത് എത്രയാണോ കിട്ടുന്നതാണ് ഇരട്ടസംഖ്യയുടെ തുക. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 100 ആണ്. ഇവിടെ n+1 എന്ന് പറഞ്ഞാൽ 101. അപ്പോൾ 100 × 100 പറഞ്ഞാൽ 10,000, 10,000 വരുന്നു, 10 100 ഇതിൻ്റെ ആൻസർ. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഇരട്ടസംഖ്യയുടെ തുക കാണാൻ നമുക്ക് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ എണ്ണൽ സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം n+1/2 ആണ് എണ്ണൽ സംഖ്യയുടെ തുക. അതുപോലെ 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യയുടെ തുക എന്ന് പറഞ്ഞാൽ n² ആണ് ഒറ്റ സംഖ്യയുടെ തുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. അടുത്ത എക്സാമിനും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോവുക.
അടുത്ത് ഹരിയും അനസും ഒരേ തുക 2 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. ഹരി 10% സാധാരണ പലിശയ്ക്കും അനസ് 10% കൂട്ടുപലിശയ്ക്കുമാണ് നിക്ഷേപിച്ചത്. കാലാവധി പൂർത്തിയായപ്പോൾ അനസിന് 100 രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ എത്ര രൂപ വീതമാണ് അവർ നിക്ഷേപിച്ചത്? നമുക്ക് ഒരു സംഖ്യയുടെ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ നമ്മൾ ചെയ്യേണ്ടത് പി ഇൻറ്റു നമ്മുടെ ഇതാണ് ഇവിടെ തന്നിട്ട് 100 രൂപ. ഈ ഒരു വ്യത്യാസം കാണാനുള്ള ഇക്വേഷനാണിത്. അപ്പോൾ നമുക്ക് ഈ പി ആണ് കാണേണ്ടത്, എത്ര രൂപ നിക്ഷേപിച്ചു എന്ന്. പി എന്ന് പറഞ്ഞാൽ മുതലാണ്. ആ മുതൽ എത്ര രൂപ നിക്ഷേപിച്ചു എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ തുക വ്യത്യാസം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇത് നേരെ ഉൾട്ടായി തിരിച്ച് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ 100 രൂപയാണ് വ്യത്യാസം. 100 ഇൻറ്റു ഇവിടെ 10 /100 ആണ്. അത് 100 / 10 ചെയ്യാം. ഇൻറ്റു ഇതേപോലെ തന്നെ ഇവിടെ 100 / 10. അപ്പോൾ നമുക്ക് ഈ 2 0 വെട്ടിപ്പോവും. ഇനി നമുക്ക് ചെയ്താൽ 100 × 100 10,000. അപ്പോൾ അവർ നിക്ഷേപിച്ച തുക എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ്. അപ്പോൾ 10,000 രൂപയാണ് അവർ നിക്ഷേപിച്ചത്. അതായത് ഇനി വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ, അവർ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ 10,000 തന്നിട്ട് 10% അവർ നിക്ഷേപിച്ചത് എങ്കിൽ അവർ തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ ഇത് ഈ പിക്ക് പകരം ഇവിടെ 10,000 കൊടുക്കുക. 10,000 കൊടുത്ത ശേഷം 10 × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ്. ഈ 2 0 പോയിട്ട് 10 × 10 100. അപ്പോൾ 100 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, √2ൻ്റെ പകുതി √k എങ്കിൽ കെയുടെ വില എന്ത്? √2ൻ്റെ പകുതി √k എങ്കിൽ കെയുടെ വില എന്ത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് √2 എന്ന് പറയുന്നതിൻ്റെ പകുതി /2 = √k എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കെയിൻ്റെ വില എന്ത് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ നമുക്കിവിടെ ചെയ്യാം. √2 / 2 ഹോൾ സ്ക്വയർ = √k ഹോൾ സ്ക്വയർ ആണല്ലോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. √2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. ഇവിടെ √kയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ k ആണ്. അപ്പോൾ ഇത് ചെയ്താൽ മതി. ഇപ്പോൾ 2 ഇത് ചെറുതാക്കിയാൽ 1/2. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഒന്ന് ജസ്റ്റ് നിങ്ങളത് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും നിങ്ങൾ ബുദ്ധിമുട്ടാതെ ജസ്റ്റ് ഒന്ന് മൈൻഡ് ഫ്രീ ആയിക്കുന്ന ആലോചിച്ച് നോക്കിയാൽ മതി ഓരോ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നതാണ്. അതുപോലെ ഒരു ചടങ്ങ് വെച്ച് 2 വോളിബോൾ ടീം അംഗങ്ങൾ 6 പേർ വീതം പരസ്പരം കൈ കൊടുത്താൽ ആകെ എത്ര ഷേക്ക് ഹാൻഡ് എന്ന് വെച്ചിട്ടുണ്ട്? ഈ ഷേക്ക് ഹാൻഡിൻ്റെ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n-1 / 2. അത് എത്ര കിട്ടുന്നത്? അതാണ് അതിൻ്റെ ഇക്വേഷൻ. അതിൻ്റെ ആൻസർ കിട്ടുക. അത് എത്രയാണോ അതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 6 ടീമംഗങ്ങളാണ്. അപ്പോൾ 6 ഇൻറ്റു n എന്ന് പറയുന്നത് 6 ആണ്, -1 എന്ന് പറഞ്ഞാൽ 5 / 2. അത് പറയുമ്പോൾ 3 × 5 15. അപ്പോൾ 15 ആണ് ഇവിടുത്തെ ആൻസർ. അതുപോലെ 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ നിരക്ക് എത്ര? 1 രൂപയ്ക്ക് 1 മാസം 1 പൈസയാണ് പലിശ. അപ്പോൾ പലിശ നിരക്ക് എത്ര? അപ്പോൾ നമുക്ക് 1 രൂപ എന്നൊക്കെ തന്നതുകൊണ്ടാണ് നമുക്ക് വളരെ 1 പൈസ എന്ന് തന്നുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുക്കുക. 100 രൂപ ആക്കുക. 100 രൂപയ്ക്ക് 1 രൂപ പലിശയാക്കിയാൽ എത്രയാണ്? അപ്പോൾ 1 മാസം 1 രൂപ വെച്ച് ചെയ്യുമ്പോൾ 12 മാസമാകുമ്പോൾ, ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 12 ആണല്ലോ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 12 രൂപയാണ് പലിശ. 100 രൂപയ്ക്ക് 12 രൂപ പലിശ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് എന്ന് പറഞ്ഞാൽ 12%. ആ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കൺഫ്യൂഷൻ ആക്കാൻ 1 രൂപയ്ക്ക് 1 പൈസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അതിൽ 1 മാസത്തിന് 1 പൈസ 1 മാസത്തിനുള്ളിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ 12 മാസം കണക്കാക്കിയാൽ നമുക്ക് 12% പലിശ
1 രൂപയ്ക്ക് 1 പൈസ എന്ന് നിലവിൽ പോവുകയാണെങ്കിൽ 12% പലിശ. അടുത്തത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 3 വരുന്ന 3 അക്ക സംഖ്യകൾ എത്രയുണ്ട്? 7 കൊണ്ട് ഹരിക്കുമ്പോൾ സിസ്റ്റം 3 വരുന്ന 3 അക്ക സംഖ്യകൾ. നമ്മളാദ്യം 3 അക്ക സംഖ്യകൾ ആദ്യം ചെറിയ 3 അക്ക സംഖ്യ കാണാം, പിന്നെ വലിയ 3 അക്ക സംഖ്യ കാണാം. 100 മുതൽ 999 രൂപയോ 99 വരെയാണ് നമുക്ക് 3 അക്ക സംഖ്യ എന്ന് പറയുന്നത്. ആ 3 അക്ക സംഖ്യയിൽ സിസ്റ്റം 3 വരുന്നത് അപ്പോൾ ഏറ്റവും 100-നടുത്തുള്ളത് പറഞ്ഞാൽ 98 ആണ്. 98 അപ്പോൾ 3 സിസ്റ്റം വരണം. അപ്പോൾ 101 ചെറിയ സംഖ്യ. 101 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 സിസ്റ്റം വരുന്ന ചെറിയ സംഖ്യ. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 997 3 സിസ്റ്റം വരുന്ന 997. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഈ n-ാം പദം ഇവിടെ കാണേണ്ടത് എന്ന് പറഞ്ഞാൽ എത്ര സംഖ്യകളാണ്, എത്ര സംഖ്യകളുണ്ടെന്ന് കാണാം. എത്ര സംഖ്യകൾ എന്ന് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡ് ബൈ പൊതുവ്യത്യാസം +1. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ അവസാന പദം എന്ന് പറഞ്ഞത് 997, ആദ്യ പദം എന്ന് പറഞ്ഞത് 101. അതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 7 + 1. അപ്പോൾ 997 101 പോയാൽ നമുക്ക് 896 കിട്ടും. ഡിവൈഡ് ബൈ 7 + 1. അപ്പോൾ 896 7 എന്ന് പറഞ്ഞാൽ 128 +1 129. അപ്പോൾ 129 ഇവിടുത്തെ ആൻസർ. 129 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇവിടെ എത്ര സംഖ്യകളുണ്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ വേറെ ഇനി ക്വസ്റ്റ്യൻ വരുന്നത് n-ാം പദം കാണാനാണ്. അതുപോലെ n പദങ്ങളുടെ തുക. അപ്പോൾ a × n+d ആണ് പദങ്ങളുടെ തുക. പദങ്ങൾ കാണാൻ n-ാം പദം കാണാനുള്ള ഇക്വേഷൻസ്, അതുപോലെ പദങ്ങളുടെ തുക കാണാൻ, അങ്ങനെ ആ ഒരു രീതിയിലുള്ള വരുന്ന എല്ലാം പഠിച്ചുകൊണ്ട് പോവുക. കാരണം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ഷുവറാണ്. വേറെ ക്വസ്റ്റ്യന് 10⁻499 എത്ര അക്കങ്ങളുണ്ട്? വളരെ സിമ്പിളായിട്ടാണ്, എന്നാൽ നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു ഇതാണ്. അത് ചെയ്യാൻ വേറെ കുറേ ഇതുണ്ടെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 10ൻ്റെ സ്ക്വയർ എടുക്കുക. 10ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 100. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും 10ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെ 3 അക്കങ്ങൾ വന്നു. ഇനി 10ൻ്റെ ക്യൂബ് എടുക്കുക, അത് 1000. ഇവിടെ ക്യൂബ് എടുത്തപ്പോൾ 3 0-ഉം 1 1-ഉം വന്നു. അപ്പോൾ 10⁻499 എടുക്കുമ്പോൾ 499 0-ഉം +1-ഉം വരും. അപ്പോൾ ഈ ഒരൊറ്റ മൊത്തം 500 അക്കങ്ങൾ വരും. ഇവിടെ നമ്മൾ 10ൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ 2 0 വന്ന് 1 1-ഉം വന്നു. അപ്പോൾ അങ്ങനെ 3. ഇവിടെ 10ൻ്റെ ക്യൂബ് എടുത്തപ്പോൾ 3 0 വന്ന് 1 1-ഉം വന്ന്, അപ്പോൾ 4. ഇവിടെ 10⁻499 എടുക്കുമ്പോൾ 499 0 1 1-ഉം വരും. അപ്പോൾ മൊത്തം 500. ആ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. 8 സംഖ്യയുടെ ശരാശരി 14 എന്ന സംഖ്യ 30 ആക്കിയാൽ ശരാശരി എത്ര? 8 സംഖ്യയുടെ ശരാശരി 8 എന്ന് പറഞ്ഞത് ഇവിടെ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് 14 എന്ന സംഖ്യ 30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എത്ര ഉള്ളൂ? ഇവിടെ വ്യത്യാസം, ഇവിടെ ആ ഒരു സംഖ്യ കൂടിയിട്ടില്ല, ഇവിടെ സംഖ്യകൾ കൂടിയിട്ടില്ല, ഇവിടെ ഒരു സംഖ്യേൻ്റെ വാല്യൂ മാത്രമേ കൂടിയിട്ടുള്ളത്. അപ്പോൾ 30 - 14 അവിടെ കൂടിയ സംഖ്യ എന്ന് പറഞ്ഞാൽ കൂടിയത് 16. ഇവിടെ ഉണ്ടായിരുന്നതിൽ 16 കൂടിയിട്ടുള്ളത്. ആ 16 നമ്മൾ 8 കൊണ്ട് ഹരിക്കുക, അപ്പോൾ 2.
അതിൻ്റെ ശരാശരി 2 ആണ്. ഈ 16ൻ്റെ ശരാശരി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ എ ആണ് ആദ്യത്തെ ശരാശരി, +2 ഇട്ടാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. 10 പൂച്ചകൾ 10 സെക്കൻഡിൽ 10 എലികളെ തിന്നു. 100 സെക്കൻഡിൽ 100 എലികളെ തിന്നാൻ എത്ര പൂച്ചകൾ വേണം? ഇവിടെ 10 പൂച്ചകൾ 10 സെക്കൻഡിൽ 10 എലികൾ തിന്നു. 100 സെക്കൻഡിൽ 100 എലികളെ തിന്നാൻ എത്ര പൂച്ചകൾ വേണം? എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോന്നില്ല. ഒരു പൂച്ചയ്ക്ക് ഒരു എലിയെ തിന്നാൻ 10 സെക്കൻഡ് എടുക്കും. അപ്പോൾ 100 സെക്കൻഡിൽ ഒരു പൂച്ച 10 എലിയെ തിന്നു. അപ്പോൾ 100 എലിയെ തിന്നാൻ അവിടെ വെറും 10 പൂച്ചകൾ മാത്രം മതി. മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യന് കലണ്ടറിൽ 4 തീയതികൾ രൂപീകരിക്കുന്ന സമചതുരത്തിൽ കാണും തീയതികളുടെ തുക 64 എങ്കിൽ ഏറ്റവും ചെറിയ തീയതി എത്ര? 2 രീതി ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാം. ഒന്ന് എക്സ് വെച്ച് ചെയ്യാം. നമുക്ക് എക്സ് വെച്ച് 2, 3 ചെയ്ത് നോക്കാം. ഇവിടെ ചെയ്യുന്നത് ഫസ്റ്റ് എക്സ് +1 ഒന്നാമത്തെ 2 സംഖ്യകൾ. അടുത്തതിന് താഴെയായിട്ട് വരുമല്ലോ. ഇവിടെ ഒരു സമചതുരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരിക, ഇങ്ങനെയല്ല വരിക. ഇവിടെ ഒരു തീയതി, ഇവിടെ ഒരു തീയതി, അതുപോലെ ഇവിടെ ഒരു തീയതി, ഇവിടെ ഒരു തീയതി. അപ്പോൾ അടുത്തത് x+7 x+8 =64 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സുകൾ എടുക്കുമ്പോൾ 2, 3, 4x +1 7 16 =64. 4x എന്ന് പറയുന്നത് ഈ 16 അങ്ങോട്ട് പോകുമ്പോൾ 64 - 16. x എന്ന് പറയുമ്പോൾ 64 16 ആകുമ്പോൾ 48 ÷ 4 12 ഇവിടുത്തെ ആൻസർ. ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ 12. ഇനി നമ്മൾ വേറെ മെത്തേഡ് ചെയ്യണം. ഈ എക്സ് എന്ന് വെച്ച് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ എക്സ് ചെയ്യാതെ നമുക്ക് യുക്തിപരമായിട്ട് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 6 7 അടിയിലും അതുപോലെ 7 എടുത്ത്. ഇനി നമ്മൾ ഓപ്ഷൻ തന്നിട്ടില്ല. 12 13 അതിലെടുക്കുക. അപ്പോൾ 12 എടുത്തെന്ന് കരുതിയാൽ ഇവിടെ നമ്മൾ 12 എടുത്ത് 12 ഇവിടെ 13 14 15 16 17 18 19 20. ഇനി ഇത് മൊത്തം കൂട്ടി നോക്കാം. അപ്പോൾ 64 വരുന്നുണ്ടോ നോക്കുക. 64 വന്നാൽ അതിൻ്റെ ആ ചെറിയ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ക്ലോക്കിൽ 12 അടിക്കാൻ 22 സെക്കൻഡ് സമയമെടുക്കും. എന്നാൽ 6 അടിക്കാൻ എത്ര സെക്കൻഡ് സമയം വേണം? എല്ലാവർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ക്ലോക്കിൽ ഒരു തവണ അടിക്കാൻ 1 സെക്കൻഡും, അപ്പോൾ തമ്മിൽ 2. ഇവിടെ 12 സെക്കൻഡ് അടിക്കാൻ 12 അടിക്കാൻ 12 സെക്കൻഡ് എടുത്ത്. പിന്നെ നമുക്കറിയാം ബാക്കി 10 സെക്കൻഡ് ഉള്ളത്. അപ്പോൾ ഈ 10 1ൻ്റെയും 12ൻ്റെയും ഇടയിൽ 10 എണ്ണം. അപ്പോൾ ഓരോന്നിനും ഇടവിട്ട് അടിച്ചിട്ടുണ്ട്. ഓരോ ബെല്ലിനും ഇടവിട്ടും ഓരോ ഇത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ 12 + 10 22. അങ്ങ് 22 മൊത്തം 22 സെക്കൻഡ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 6 അടിക്കാൻ 6 സെക്കൻഡ് എടുക്കുന്നു. അതുപോലെ അതിനിടയ്ക്ക് ഈ 6 എണ്ണത്തിൻ്റെ ഇടയിൽ ഓരോന്നിനിടയിലും 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം അവിടെ എന്ന് പറഞ്ഞാൽ 6 4 10 സെക്കൻഡ് എടുത്തിട്ടുള്ളത്. മൊത്തം 10 സെക്കൻഡ്. നമ്മൾ ഓപ്ഷനിൽ 21 11 ഉണ്ടാവും, 10 ഉണ്ടാവും, 9 ഉണ്ടാവും. അപ്പോൾ 10 ഇതിൻ്റെ ആൻസർ. രാജുവിൻ്റെ അമ്മയുടെ പ്രായം രാജുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. രാജുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? ഇവിടെ ഏറ്റവും അനുയോജ്യമായത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എടുത്ത് ചെയ്യുകയായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു.
അപ്പോൾ ഓപ്ഷൻ എടുത്ത് ഓരോന്നും എടുക്കുമ്പോൾ ഞാൻ ഇവിടെ ആൻസർ ആയിട്ടുള്ള ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 3 3 പറയുന്നത് ഇപ്പോൾ രാജുവിൻ്റെ അമ്മ. നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കുക, അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയും. ഇവിടെ പറഞ്ഞു രാജുവിൻ്റെ പ്രായം രാജുവിൻ്റെ പ്രായം 3 എടുക്കുകയാണെങ്കിൽ അമ്മയുടെ പ്രായം 9 മടങ്ങാണ്. 3 × 9 27. അതുപോലെ ഇവിടെ പറഞ്ഞു 9 വർഷം കഴിഞ്ഞ് 3 + 9 രാജുവിന് 12 വയസ്സാവുമ്പോൾ അമ്മയുടെ പ്രായം എന്ന് പറഞ്ഞത് ഇതിൻ്റെ 3 മടങ്ങായി മാറുന്നു. അപ്പോൾ ഇവിടെ 27 + 9 എന്ന് പറഞ്ഞത് 36. അപ്പോൾ ഇത് 12ൻ്റെ 3 എന്ന് പറഞ്ഞാലും 36. ഇപ്പോൾ രാജുവിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 3. ഇതുപോലെ നിങ്ങൾ മറ്റുള്ള ഓപ്ഷൻസും എടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇത് സാധാരണ നമുക്ക് പുസ്തകത്തിലെല്ലാം എക്സ് വെച്ച് ചെയ്യുന്നതാണ്. പക്ഷേ എക്സ് വെച്ച് ചെയ്യുന്നതിനാട്ടിലും ചില ആളുകൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്ത് നോക്കുക. ഒരാൾ ഒരു ദിവസം കൊണ്ട് 2 മീറ്റർ × 2 മീറ്റർ × 2 × 2 സൈസിലൊരു കുഴി നിർമ്മിക്കും. ഇതേ നിരക്കിൽ 3 പേർ ചേർന്ന് 4 × 4 × 4 മീറ്റർ സൈസിലൊരു കുഴി നിർമ്മിക്കാൻ എത്ര ദിവസം വേണം? ഒരാൾ ഒരു ദിവസം കുഴിക്കുന്ന വ്യാപ്തമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കുഴിക്കുന്ന വ്യാപ്തം 2 × 2 × 2 മൊത്തം 2 × 4 8 മീറ്റർ ക്യൂബാണ്. 8 മീറ്ററാണ് ക്യൂബാണ്. ഇവിടെ 8 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 3 പേർ ചെയ്യുകയാണെങ്കിൽ 3 പേർ ഇവിടെ ഒരാൾ ചെയ്യുന്നത് അത്. അപ്പോൾ 3 പേർ ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ 8 × 3 മൊത്തം 24 മീറ്റർ അവർ ഒരു ദിവസം ചെയ്യും. ഇവിടെ പറഞ്ഞിട്ടില്ല 3 പേർ ചേർന്ന് 4 × 4 × 4 4 × 3 മൂന്നാമത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 4 × 4 4 × 4 16 × 4 64 വർക്ക് ചെയ്യാൻ ഈ 3 പേർക്കും കൂടി എത്ര ദിവസം വേണം? സിമ്പിളായിട്ടുള്ളതാണ്. നമ്മൾ കൺഫ്യൂഷൻ ആക്കാനാണ് ഈ മീറ്റർ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 64 എന്ന് പറഞ്ഞാൽ ടോട്ടൽ വർക്ക്, അതിനെ 24 എന്ന് പറഞ്ഞാൽ 3 പേർ ചെയ്യുന്ന വർക്ക്. അത് ചെയ്യുമ്പോൾ 64 × 8 കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 8 ഇവിടെ 3. അപ്പോൾ ഇതിൻ്റെ ആൻസർ 8/3. ഇതാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് വേറെ രീതി ചെയ്യുകയാണെങ്കിൽ ഇവിടെ M1 D1 = M2 D2 V2 വർക്ക് W2. M1 ആളുകൾ D1 ദിവസം കൊണ്ട് W1 വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ M2 സെയിം ആണ്. M2 ആളുകൾ D2 ദിവസം കൊണ്ട് W2 വർക്കുകൾ ചെയ്യുന്നു. അപ്പോൾ M1 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ആളുകൾ ഒരാളാണ്. അതുപോലെ ഇവിടെ D1 എന്ന് പറയുന്നതും ഒരാളാണ്, ഒരു ദിവസമാണ്. ഇവിടെ W1 എന്ന് പറയുന്നത് 8 വർക്കാണ് ചെയ്യുന്നത്. M2 എന്ന് പറയുന്നത് ഇവിടെ 3 വർക്കാണ്. D2 തന്നിട്ടില്ല, 3 ആളുകളാണ്. M2 എന്ന് പറയുന്നത് 3 ആളുകൾ, D2 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. എന്നാൽ W2 തന്നിട്ടുണ്ട് 64 തന്നിട്ടുണ്ട്. ഇത് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ 1 × 1 / 8 = 3 × D2 / 64. അതേപോലെ ചെയ്യുമ്പോൾ D2 കാണാൻ D2 = ഈ 64 താഴെയിൽ 64 മേലെ പോകുമ്പോൾ 8 × 3 8 ആണ്. അപ്പോൾ ആൻസർ 8/3. അപ്പോൾ ഈ രീതിയിലും ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം അതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നമുക്ക് കൂടുതൽ
മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നമുക്ക് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.